അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. നല്ല എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു മീൻ കറി, നല്ലൊരു മത്തിക്കറി. ഇതുപോലെ നമുക്ക് ഏത് മീൻ വെച്ചിട്ടും കറി തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 3/4 കിലോ മീൻ എടുത്തിട്ടുണ്ട്. മീനെല്ലാം നന്നായിട്ട് വെട്ടി ക്ലീനാക്കി എടുത്ത ശേഷം നമ്മൾ മീനൊക്കെ പൊരിക്കാനെടുക്കുമ്പോൾ വരഞ്ഞെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 മത്തിയാണ്, നല്ല നെയ്യൊക്കെ ഉള്ള നല്ല വലിപ്പമുള്ള 5 മത്തി. നെയ്യുള്ള മത്തിയാണെങ്കിൽ കുറച്ചും കൂടെ കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ കറി ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കാനുള്ള ചുവന്ന മുളകാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 10 സാധാരണ ചുവന്ന മുളകും പിന്നെ 2 കാശ്മീരി മുളകും കൂടെ എടുത്തിട്ടുണ്ട്. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളകും കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി മുളക് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ വേണമെന്നില്ല കേട്ടോ. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ തീ അധികം കൂട്ടി വെക്കണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മുളക് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായാൽ നമുക്കിനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്താലും മൺചട്ടി കുറച്ച് സമയത്തിന് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പുളി വേണം. ഞാനിപ്പോൾ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഇനി കുടംപുളി ആയാലും മതി കേട്ടോ. അപ്പോൾ വാളംപുളി നമുക്ക് കുറച്ച് സമയം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ട് പിഴിഞ്ഞെടുക്കണം. കുടംപുളി ആണെങ്കിലും നമുക്ക് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ വഴറ്റി വെച്ചതൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ, ഒന്നങ്ങ് അടിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒതുങ്ങി വരും. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ചട്ടിയിലുള്ള മുളക് കുരുവൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇതിൽ തന്നെ കറി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി ഉലുവ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉലുവ നന്നായിട്ട് മൂത്തൊന്ന് ചുമന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഞാനിപ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉലുവയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഇപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർക്കാനുള്ളത്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിത് ഓയിലിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിൻ്റെ ഒരു കളറൊന്ന് മാറി തുടങ്ങണം. ഈ ഒരു റെഡ് കളർ മാറിയിട്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറായി തുടങ്ങണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വാളംപുളി അല്ലെങ്കിൽ കുടംപുളി 1/2 കപ്പ് പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് പുളി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന മീൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം കറിയിൽ ഉപ്പും പുളിയും മുളകൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എല്ലാം കുറച്ചൊന്ന് കൂടി നിന്നോട്ടെ. നമ്മൾ മീനും കൂടെ ചേർക്കുമ്പോൾ അതിലേക്ക് കൂടി പിടിക്കുമ്പോൾ എല്ലാം പാകമായിക്കോളും. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഈ മീനെല്ലാം കറിയിൽ നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇതേപോലെ കറിയിൽ നന്നായിട്ട് മുങ്ങി കിടന്നിട്ട് വേണം മീൻ വെന്ത് വരാൻ. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ മീൻ വേവാനായിട്ട് വെച്ചിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കറിയൊക്കെ നല്ല പാകമായി, എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കറി കഴിക്കാൻ എടുക്കുന്നത് വരെ ഇതുപോലെ മൂടി ഇരുന്നോട്ടെ. കുറച്ചൊന്ന് കഴിയുമ്പോൾ കറി നന്നായിട്ട് കുറുകി നല്ല പാകമായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു എരിവും പുളിയൊക്കെ ഉള്ള മീൻ കറി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.